കപ്പിൾ ചോർ വില കൂടിയ ഡയമണ്ട് മോഷ്ടിക്കുന്നതിനായി ഒരു മ്യൂസിയത്തിൽ എത്തിച്ചേരുന്നു. വാവ്, ഇന്ന് ആ ഡയമണ്ട് നമ്മൾ മോഷ്ടിക്കും. നീ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. കാംന പതുക്കെ ചെന്ന് അവിടുത്തെ ഇലക്ട്രിസിറ്റി നിർത്തിവെക്കുന്നു. കറണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഡയമണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. എല്ലാവരും സ്തബ്ധരാകുന്നു. ഡയമണ്ട് മോഷണം പോയിരിക്കുന്നു, മോഷണം പോയി. ലോജിക്കൽ ആർമി, ഡയമണ്ട് എവിടെയാണ്? ആരാണ് മോഷ്ടിച്ചത്? വളരെ ശ്രദ്ധിച്ച് സീൻ നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റിലൂടെ എന്നെ അറിയിക്കൂ. ശ്രദ്ധിച്ച് ഈ വയസ്സായ മനുഷ്യനെ നോക്കൂ. ഇത് മറ്റാരുമല്ല, അതേ രോഹനാണ്. അയാളുടെ വേഷവും ഷൂസും നോക്കൂ. അയാൾ മോഷ്ടിച്ചിട്ട് തന്റെ രൂപം മാറി വയസ്സായ മനുഷ്യനായിരിക്കുകയാണ്. വഴി മാറൂ മാഡം. ഈ വയസ്സായ മനുഷ്യനെ മുന്നോട്ട് പോകാൻ അനുവദിക്കൂ. ആലിയ ആ വയസ്സായ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കുന്നു. നിങ്ങളെ കണ്ടിട്ട് വയസ്സായ ആളെന്ന് തോന്നുന്നില്ലല്ലോ. നീയല്ലേ ഡയമണ്ട് മോഷ്ടിച്ചത്? ലോജിക്കൽ ആർമി, വളരെ ശ്രദ്ധയോടെ ഈ മനുഷ്യനെ നോക്കൂ, എന്നിട്ട് പറയൂ, ഈ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആലിയ അയാളെ സംശയിക്കുന്നതെന്ന്. ചിന്തിക്കൂ. കപ്പിൾ ചോർ അല്ലെങ്കിലും സൂത്രക്കാരാണ്. രോഹൻ വയസ്സനാണെന്ന് കാണിക്കുവാൻ എല്ലാം ചെയ്തിരുന്നു. പക്ഷേ അയാളുടെ കയ്യിലെ രോമം നോക്കൂ, അത് കറുപ്പാണ്. തലമുടിയുടെ നിറം വെള്ളയാണ്, താടിയുടെ നിറവും വെള്ളയാണ്. പിന്നെ കയ്യിലെ മുടി മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും കറുത്തിരിക്കുന്നത്? ആലിയ പെട്ടെന്ന് തന്നെ രോഹനെ പിടിക്കുവാൻ ഒരുങ്ങുന്നു. രോഹൻ അപ്പോഴേക്കും ഒരു ചെയർ എടുത്ത് ആലിയെ എറിയുന്നു. ആലിയയുടെ ഒറ്റ തൊഴിയിൽ ചെയർ തമിഴ്പൊടിയാകുന്നു. നീ ഒരു പക്ക ക്രിമിനലാണ്, യു ആർ അണ്ടർ അറസ്റ്റ്. ആ സമയത്താണ് ആലിയ ഏതോ പെൺകുട്ടി ഒച്ചത്തിൽ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. രക്ഷിക്കൂ, ഇയാൾ എന്നെ കൊല്ലും. കള്ളനെ പിടിക്കും മുൻപ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആലിയ രോഹനെ കളഞ്ഞിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുവാനായി അകത്തേക്ക് ഓടുന്നു. എന്നാൽ റൂമിലെത്തിയപ്പോൾ അവിടെ ആരെയും കാണുവാനുണ്ടായിരുന്നില്ല. കപ്പിൾ ചോർ ആലിയയുടെ അടുത്തൊരു ഡബിൾ ഗെയിം ഇറക്കിയതാണ്. കാംനയാണ് ഇവിടെ അകത്ത് നിന്ന് ഒച്ചത്തിൽ വിളിച്ചിട്ട് രോഹനെ രക്ഷിച്ചത്. കപ്പിൾ ചോർ പാർക്കിങ്ങിൽ എത്തിച്ചേരുന്നു. നീ എന്തായാലും ആലിയക്കിട്ട് നല്ല പണിയാ കൊടുത്തത്. ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും കപ്പിൾ ചോറാണ് ബെസ്റ്റ്. രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആലിയ പുറത്തു വന്ന് നോക്കുമ്പോഴേക്കും രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മെഹുലും അവിടേക്ക് എത്തിച്ചേരുന്നു. ആലിയ രണ്ടുപേരും പാർക്കിങ്ങിനടുത്തേക്കാ പോയത്. രണ്ടുപേരും പാർക്കിങ്ങിനടുത്തേക്ക് എത്തിച്ചേരുന്നു. രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. മോഷണക്കാരായ ദമ്പതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞുവെന്ന് മെഹുലിന് എന്തുകൊണ്ടാണ് തോന്നിയത്? പാർക്കിംഗ് സ്പേസിൽ 4 വണ്ടിക്കുള്ള സ്ഥലമാണുള്ളത്. ആദ്യത്തേതിൽ കാറുണ്ട്, ശരിക്കും പൊടി പിടിച്ച് കിടക്കുകയാണ്. അതിനർത്ഥം അതവിടെ ഇട്ടിട്ട് കുറച്ചു സമയമായെന്നാണ്. രണ്ടാമത്തെ സ്പേസിൽ ഒരു കാലിന്റെ അടയാളമാണുള്ളത്. അതിനർത്ഥം അവിടെ നിന്ന് ഒരാളാണ് പോയിട്ടുള്ളത്. മൂന്നാമത്തെ റോയിൽ കിടക്കുന്ന കാർ ഒരു പഴഞ്ചൻ മോഡൽ കാറാണ്. മോഷണക്കാരായ ദമ്പതികൾ ഒരിക്കലും അത്തരമൊരു കാറിൽ പോകുവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. നാലാമത്തെ പാർക്കിംഗ് ഏരിയയും കാലിയാണ്. അവിടെ രണ്ടുപേരുടെ കാലിന്റെ അടയാളമുണ്ട്. അതിനർത്ഥം അവരുടെ കാർ ഇവിടെയായിരുന്നു. അവരിവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. മെഹുലും പെട്ടെന്ന് തന്റെ കാറും എടുത്ത് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ആലിയ, ഇവിടെ നിന്ന് 3 വഴികളുണ്ട്. കപ്പിൾ ചോർ ഏത് വഴിക്കായിരിക്കും പോയത്? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ആലോചിച്ചിട്ട് പറയുവാനാകുമോ കപ്പിൾ ചോർ ഏത് വഴിയായിരിക്കും പോയതെന്ന്? മൂന്നാമത്തെ വഴിയിൽ കൂടി ധാരാളം കാറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി പോകില്ല. ആദ്യത്തെ വഴി കാട്ടിലേക്ക് പോകുന്നതാണ്, ഒഴിഞ്ഞു കിടക്കുന്നതുമാണ്. തീർച്ചയായും അവർ രണ്ടാമത്തെ വഴിയിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ആലിയയ്ക്കും ഇതാണ് ലോജിക്കലായി തോന്നിയത്. മെഹുലും ആലിയയും അങ്ങനെ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുത്ത് കപ്പിൾ ചോറിനെ അന്വേഷിക്കുന്നു. മെഹുൽ കാറിന്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടുന്നു. അവിടെ കപ്പിൾ ചോർ തങ്ങളെ പിന്തുടർന്ന് മെഹുലും ആലിയയും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് കാംന പറയുന്നു, ആ ആലിയും മെഹുലും നമ്മളെ പിന്തുടരുന്നത് പെട്ടെന്നൊന്നും നിർത്താൻ പോകുന്നില്ല. നമുക്ക് അവർക്കിട്ട് എന്തെങ്കിലും പണി കൊടുത്തേ മതിയാകൂ. രോഹൻ തന്റെ സൂപ്പർ കാറിന്റെ ബട്ടൺ അമർത്തുന്നു. അപ്പോൾ പുറകെ നിന്ന് ധാരാളം ആണികൾ റോഡിലേക്ക് പതിക്കുന്നു. കപ്പിൾ ചോർ അവിടെ നിന്ന് ഏറെ മുന്നിലേക്ക് പോകുന്നു. സർ, ഇനി എന്ത് ചെയ്യും? ഈ ആണി പെറുക്കിയെടുത്ത് മാറ്റുന്നതിന് ഒരുപാട് സമയമെടുക്കും. ആലിയ, നമ്മുടെ കാറും സൂപ്പർ കാറാണ്. മെഹുൽ ഒരു ബട്ടൺ അമർത്തുന്നതും കാറിൽ നിന്നൊരു മാഗ്നറ്റ് പുറത്തേക്ക് വരുന്നു. മാഗ്നറ്റ് എല്ലാ ആണികളെയും വലിച്ചെടുക്കുന്നു. മാഗ്നറ്റ് എപ്പോഴും ഇരുമ്പ് സാധനങ്ങളെ തങ്ങളിലേക്ക് വലിച്ചെടുക്കാറുണ്ട്. മെഹുലും ആലിയയും പിന്നെയും കള്ളന്മാരെ പിന്തുടരുവാൻ തുടങ്ങുന്നു. അവിടെ കപ്പിൾ ചോർ വിചാരിക്കുന്നത് തങ്ങൾ മെഹുലിനെയും ആലിയയും പറ്റിച്ചെന്നാണ്. വിശക്കുന്നു, വരൂ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിന്റെ അടുത്ത് നിൽക്കുന്നു. ഭക്ഷണം കഴിക്കുവാനായി അകത്തേക്ക് പോകുന്നു. ആ സമയത്ത് ആലിയയും മെഹുലും അവിടേക്ക് എത്തിച്ചേരുന്നു. മെഹുലും ആലിയയും രണ്ട് സൈഡിൽ മറഞ്ഞു നിന്ന് കപ്പിൾ ചോർ പുറത്തേക്ക് വരുന്നതും കാത്തു നിൽക്കുന്നു. ആദ്യം കാംന പുറത്തേക്ക് വരുന്നു. ആലിയ പുറകിൽ നിന്ന് അവളെ കൈയോടെ പിടിക്കുന്നു.
ആ സമയത്ത് രോഹനും അവിടേക്ക് വരുന്നു. കാംനയെ കണ്ടതും കളികൾ അവസാനിച്ചെന്ന് മനസ്സിലാകുന്നു. മെഹുൽ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ യഥാർത്ഥത്തിൽ ബുദ്ധിശാലി തന്നെ. പക്ഷേ ബോംബ് പൊട്ടുന്നത് തടയുവാനുള്ള കഴിവൊന്നും നിനക്കില്ല. ബോംബ്? എന്റെ കാറിന്റെ അകത്തുള്ള ബോംബ് ഞാനൊന്ന് ബട്ടൺ അമർത്തിയാൽ അത് പൊട്ടിത്തെറിക്കും. മെഹുൽ കാറിനകത്തേക്ക് നോക്കുന്നതും ഒരു ബോംബ് വച്ചിരിക്കുന്നത് കാണുന്നു. കാംനയെ വെറുതെ വിടൂ, അല്ലെങ്കിൽ ഞാൻ ഈ ബട്ടൺ അമർത്തും. കുറെ പേർ മരിക്കുകയും ചെയ്യും. ആലിയ കാംനയെ വിട്ടുകൊടുക്കുന്നു. കപ്പിൾ ചോർ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാൽ കപ്പിൾ ചോർ അടുത്ത മോഷണം നടത്തുന്നതിനായി മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ എത്തുന്നതും കാംന അവിടുത്തെ പവർ ഓഫാക്കി കളയുന്നു. അലാം ഒന്നും മുഴങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. രണ്ടുപേരും അകത്തേക്ക് കയറുവാൻ തുടങ്ങുന്നതും ഉള്ളിലേക്ക് പോകുവാനുള്ള 3 വാതിലുകൾ കാണുന്നു. ആദ്യത്തെ ഡോറിന് മുന്നിൽ വിഷമയമുള്ള ഗ്യാസാണ്. അത് 1 മിനിറ്റ് കൊണ്ട് മനുഷ്യനെ കൊല്ലും. രണ്ടാമത്തെ ഡോറിന് പുറകിലായി 5000 വോൾട്ട്സിന്റെ കറണ്ട് ഉണ്ട്. അത് കുറച്ച് സെക്കൻഡ് കൊണ്ട് മനുഷ്യനെ കൊല്ലും. മൂന്നാമത്തെ വാതിലിന് പിന്നിൽ അപകടകാരികളായ നായകളുണ്ട്. അവയും 1 സെക്കൻഡ് കൊണ്ട് മനുഷ്യനെ കൊല്ലും. ലോജിക്കലാർമി, കപ്പിൾ ചോർ ഏത് വാതിലായിരിക്കും തുറക്കുക? കാംന ആദ്യമേ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പിന്നെ അവർക്ക് എങ്ങനെ ഷോക്ക് അടിക്കും? അതുകൊണ്ട് ഡോർ 2 സേഫാണ്. രണ്ടുപേരും ഡോർ 2 അകത്തേക്ക് പോകുന്നു. അവരൊരു വലിയ മുറിയിലേക്ക് എത്തുന്നു. അവിടെ വില കൂടിയ നിധി വെച്ചിരിക്കുകയായിരുന്നു. കാംന ഇത് കണ്ട് മുന്നോട്ട് പോകുവാൻ തുടങ്ങുന്നു. നിൽക്കൂ, ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ. എന്ത് പ്രശ്നം? നമ്മുടെ മുന്നിൽ നിധി കൂമ്പാരമുണ്ട്. നീ എന്തിനാ എന്നെ തടയുന്നത്? നീ സ്വയം ചിന്തിക്കൂ. ഇവിടെ ഇത്രയും നിധിയുണ്ട്, എന്നിട്ട് ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്തതെന്താ? അതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് കാംന അടുത്ത ചുവരിൽ കുറച്ച് കുഴികൾ കാണുന്നത്. കാംന തന്റെ ബാഗ് മുന്നോട്ടേക്ക് എറിയുന്നു. അപ്പോൾ ധാരാളം അമ്പുകൾ വന്ന് അതിൽ പതിക്കുന്നു. ഈ അമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് പോകുവാൻ പുതിയ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രണ്ടുപേർക്കും മനസ്സിലാകുന്നു. ആ സമയം തറയിൽ ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കളർ പാറ്റേൺ രോഹൻ കാണുന്നു. കുറച്ച് ബ്ലൂ ആണ്, കുറച്ച് ഗ്രീൻ ആണ്, കുറച്ച് യെല്ലോ ആണ്, കുറച്ച് വെള്ളയുമാണ്. അവരുടെ അടുത്തായി ഒരു റിഡിലും കാണപ്പെടുന്നു. ആ റിഡിലിന്റെ ഉത്തരം ഈ 4 കളറിൽ ഏതെങ്കിലും ആയിരിക്കും. ആ കളറിലെ ടൈൽസിൽ കാലുവെച്ച് ഇവർക്ക് മുന്നോട്ട് പോകുവാനാകും. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഞാൻ അതാണ്. നിങ്ങൾ എന്തിനെയാണോ തിരഞ്ഞ് ഇവിടേക്ക് എത്തിയത്? ഇവരെന്താണ് അന്വേഷിക്കുന്നത്? ഇതിലേത് കളറായിരിക്കും? ചിന്തിക്കൂ, ചിന്തിക്കൂ. അതിന്റെ ഉത്തരമാണ് മഞ്ഞ കളർ. എന്തുകൊണ്ടെന്നാൽ നിധിശേഖരം മുഴുവനും യെല്ലോ കളറാണ്. രണ്ടുപേരും നിധി എടുക്കുവാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേർക്കും യെല്ലോ കളർ ബോക്സിൽ ചാടി മുന്നോട്ട് പോകണം. രണ്ടുപേരും ബോക്സിൽ ചാടി നിധിയുടെ അടുത്തേക്ക് എത്തുന്നു. മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മെഹുൽ ഇപ്പോൾ കപ്പിൾ ചോറിൽ നിന്ന് വളരെ അകലത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടുപേരുടെയും ലൊക്കേഷനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആ സമയം ഒരു മ്യൂസിയത്തിൽ നിന്ന് നിധിശേഖരം മോഷണം പോയി. മെഹുലിന് വിവരം കിട്ടുന്നു. ആലിയ, നീ സയന്റിസ്റ്റ് ഭൂൽഭുലയുടെ അടുത്ത് പോയി നല്ലൊരു ഗാഡ്ജറ്റ് വാങ്ങിയിട്ട് വരൂ. അതുകൊണ്ട് നമുക്ക് ഈ കപ്പിൾ ചോറിനെ പിടിക്കുവാൻ സാധിക്കും. ആലിയ അവിടെ നിന്ന് സയന്റിസ്റ്റ് ഭൂൽഭുലയുടെ ലാബിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് ആ ലാബിലേക്ക് എത്തുവാനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. ABCDയിൽ ഏതാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? ചിന്തിക്കൂ, ചിന്തിക്കൂ. നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നെ അറിയിക്കണം. രണ്ടാമത്തെ വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് പോകുന്നത്. ഇങ്ങനെ ആലിയ C തിരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ മെഹുലിന്റെ വിവരം ലഭിക്കുന്നു. കപ്പിൾ ചോറിനെ ഒരു മ്യൂസിയത്തിനടുത്തായി കണ്ടുവന്ന്. മെഹുൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നു. മെഹുൽ മ്യൂസിയത്തിന് പുറത്തെത്തിയതും കപ്പിൾ ചോർ മോഷണം നടത്തിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവർ വീണ്ടും മോഷണം നടത്തിയിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. മെഹുൽ മ്യൂസിയത്തിനകത്തേക്ക് പോയി മാനേജറെ കാണുന്നു. മാനേജർ മെഹുലിനോട് പറയുന്നു, മ്യൂസിയത്തിൽ നിന്ന് ധാരാളം ആന്റിക് വാച്ച് മോഷണം പോയെന്ന്. ആ സമയത്താണ് മെഹുൽ മാനേജറോട് പറയുന്നത്, ആന്റിക് വാച്ചിനൊപ്പം ആന്റിക് പെയിന്റിംഗും മോഷണം പോയിട്ടുണ്ടെന്ന്. മാനേജർ വാച്ച് മാത്രമാണ് മോഷണം പോയതെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു പെയിന്റിംഗും മോഷണം പോയെന്ന് മെഹുലിന് എന്താണ് ഇത്ര ഉറപ്പ്? ചിന്തിക്കൂ, ചിന്തിക്കൂ ലോജിക്കൽ ആർമി. വാച്ച് മോഷണം പോയി. അതിലെ പുറകിലെ പെയിന്റിങ്സ് നോക്കൂ. മ്യൂസിയത്തിലെ പെയിന്റിങ്സിൽ പ്രൈസ് ടാഗ് കാണില്ല. 3 പെയിന്റിംഗിൽ പ്രൈസ് ടാഗ് ഇല്ല. എന്നാൽ ഈ പെയിന്റിംഗിലുണ്ട്. മാനേജറിന് അദ്ദേഹത്തോട് വളരെയധികം ഇംപ്രഷൻ ഉണ്ടാകും. ആലിയ, ഇതാണ് ടിന്നും ലെഡും പ്ലാസ്റ്റിക് മെഹുൽ സാർ ഫെന്റാസ്റ്റിക് എന്ന് പറയുന്നത്. അവർ യഥാർത്ഥ പെയിന്റിംഗ് മോഷ്ടിച്ചിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഇവരെങ്ങനെയാണ് മ്യൂസിയത്തിനകത്തേക്ക് കടന്നത്? അവിടെ ആലിയ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുന്നു. സർ, ഈ കപ്പിൾ ചോർ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. വളരെയധികം മോഷണവും നടത്തുന്നു. എന്നിട്ട് നമ്മളെ വിഡ്ഢിയാക്കിയിട്ട് രക്ഷപ്പെട്ട് കളയുന്നു. അപ്പോൾ ഭൂൽഭുലയ സയന്റിസ്റ്റ് ആലിയയ്ക്ക് ഒരു പെൻ കൊടുത്തിട്ട് പറയുന്നു, ഞാൻ ഇന്നാണ് ഈ ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചത്. ഓ, എന്റെ ഭൂൽഭുലയ സയന്റിസ്റ്റ്, ഇതെന്തുപയോഗത്തിനാണ്? ഞങ്ങൾക്ക് കള്ളന്മാരെ പിടിക്കേണ്ടതുണ്ട്. അവരെ കൊണ്ട് കവിത എഴുതിക്കാനല്ല ഉദ്ദേശം. ഇതൊരു മൾട്ടി പർപ്പസ് ഗാഡ്ജറ്റ് ആണ്.
പെന്നിനെ ഏതെങ്കിലും മെറ്റൽ സർഫേസിൽ തൊട്ടാൽ അത് ആ നിമിഷം പൊട്ടിവരും. ആ മെറ്റൽ എന്തുകൊണ്ടുണ്ടാക്കിയാലും എത്ര ഭാരിച്ചതായാലും ഇത് അതിനെ മുറിച്ചിരിക്കും. ആലിയ ഭൂൽഭുലയ സയന്റിസ്റ്റിൽ നിന്ന് ഗാഡ്ജറ്റ് വാങ്ങി നേരെ മെഹുലിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് മെഹുലിനോട് ഗാഡ്ജറ്റിനെ കുറിച്ച് പറയുന്നു. അവിടെ കപിൽ ചോർ അടുത്ത മോഷണത്തിന്റെ പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. എത്ര നാളിങ്ങനെ ചെറിയ മോഷണം നടത്തിക്കൊണ്ടിരിക്കും? നീ നോക്കിക്കോ, ഇത് നമ്മുടെ അവസാനത്തെ മോഷണമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മോഷണം ചെയ്യേണ്ടി വരില്ല. അതെങ്ങനെ? അത്തരത്തിലുള്ള ഏത് സ്ഥലത്താണ് നമ്മൾ മോഷണം ചെയ്യാൻ പോകുന്നത്? നമ്മൾ നാഷണൽ ലെവലിലാണ് മോഷണം നടത്താൻ പോകുന്നത്. അവിടെ നമ്മുടെ രാജ്യത്തിന്റെ സീക്രട്ട് ഡോക്യുമെന്റുകളുണ്ട്. അത് വെച്ച് ഗവൺമെന്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നമുക്ക് ജീവിത അവസാനം വരെ പൈസ ഉണ്ടാക്കാം. രണ്ടുപേരും അന്ന് രാത്രി തന്നെ ഗവൺമെന്റ് ലൊക്കേഷനിൽ മോഷണം നടത്തുവാൻ പദ്ധതി തയ്യാറാക്കുന്നു. രണ്ടുപേരും ഒരു ഗവൺമെന്റ് ഓഫീസിന് അടുത്തെത്തുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസിൽ ആരാണ് മോഷ്ടിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഗാർഡ് സമാധാനത്തോടെ ഇരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയുകയായിരുന്നു. രണ്ടുപേരും സുഖമായി അകത്തേക്ക് കടക്കുന്നു. അവർ ടേബിളിൽ വളരെയധികം ഫയൽസും ഡോക്യുമെന്റ്സും കാണുന്നു. അവിടെ ഒരു ബോക്സിൽ ഹൈലി സീക്രട്ട് ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുകയായിരുന്നു. അതിനെ രോഹൻ എടുക്കുവാൻ ശ്രമിക്കുന്നു. അതെടുക്കണ്ട, അതിൽ ശരിക്കും എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്കിപ്പോൾ തന്നെ ധാരാളം ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിഞ്ഞു. നീ പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല. ഈ ഒരു ഡോക്യുമെന്റ് കൊണ്ട് തന്നെ നമ്മൾ പണക്കാരായാലോ. രോഹൻ അതെടുക്കുന്നതും അവിടെ അലാം മുഴങ്ങുവാൻ തുടങ്ങുന്നു. വാതിലും അടഞ്ഞു പോകുന്നു. ഇതെന്തു പറ്റി? ഇനി നമ്മൾ എങ്ങനെ പുറത്തു പോകും? നമ്മുടെ കയ്യിൽ ലേസറുണ്ട്. നമ്മൾ സുഖമായി പുറത്തു കിടക്കും. പതുക്കെ പതുക്കെ അവിടെ ചൂട് കൂടുവാൻ തുടങ്ങുന്നു. രോഹൻ ലേസർ എടുത്ത് ചുവരിൽ ഹോൾ ഉണ്ടാക്കുവാൻ തുടങ്ങുന്നു. പക്ഷേ ഇതെന്താ? ചുവരിൽ ഒന്നും സംഭവിക്കുന്നില്ല. ചൂട് കൂടി വരുന്നു. രണ്ടുപേർക്കും തല കറങ്ങുവാൻ തുടങ്ങുന്നു. ഈ ഗവൺമെന്റ് ലൊക്കേഷൻ വളരെയധികം സെക്യൂർഡ് ആണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? രണ്ടുപേരും അവിടെ ബോധം കെട്ട് വീഴുന്നു. ആ സമയം മെഹുൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ പെന്നുകൊണ്ട് ഹോൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് രണ്ടുപേരെയും രക്ഷിക്കുന്നു. എന്നിട്ട് നേരെ പോലീസിനെ ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.